നമസ്കാരം. ഇന്ത്യയുടെ തെക്കൻ ഭാഗത്തുള്ള ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ യാഗതി ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം. ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലെ നല്ലമല വനത്തിന് നടുവിലുള്ള യാഗതി ഗ്രാമത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുർണൂലിൽ നിന്ന് 100 കിലോമീറ്ററും നന്ദ്യാലിയിൽ നിന്ന് 53 കിലോമീറ്ററും അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ യാഗതി ഉമാമഹേശ്വര ക്ഷേത്രം. പല്ലവർ, ചോളർ, ചാലുക്യർ, വിജയനഗര ഭരണാധികാരികൾ എന്നിവർ ചേർന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ നന്ദീശ്വരന്റെ ഒരു വലിയ ശിലാവിഗ്രഹം ഇരിപ്പിടത്തിൽ കാണപ്പെടും. നന്ദിയുടെ വിഗ്രഹം അനുദിനം വളരുകയാണെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ നന്ദി വിഗ്രഹം വളരുന്നുണ്ടോ എന്ന കാര്യത്തിൽ നിരവധി അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. 400 വർഷങ്ങൾക്ക് മുമ്പ് നന്ദി വിഗ്രഹം ചെറുതായിരുന്നുവെന്നും ഭക്തർ വിഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചിരുന്നുവെന്നും കഴിഞ്ഞ 400 വർഷത്തിനിടയിൽ നന്ദി വിഗ്രഹത്തിന്റെ വലിപ്പം വർദ്ധിച്ചതിനാൽ അത് അപ്രായോഗികമാണെന്നും പ്രാദേശിക വാർത്തകളിൽ പറയുന്നുണ്ട്. യാഗതിയിലെ സ്വാഭാവികമായി രൂപപ്പെട്ട ഗുഹകളാണ് തീർത്ഥാടകരെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അഗസ്ത്യ മഹർഷി സ്ഥാപിച്ച ശ്രീ വെങ്കടേശ്വര പ്രതിമ വെങ്കടേശ്വര ഗുഹയിൽ കാണാം. ശിവഗുഹ എന്നാണ് ഈ ഗുഹയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. 120 പടികൾ കയറി വേണം ഭക്തർക്ക് ഈ ഗുഹയിലെത്താൻ. പോത്തുലൂരി വീരബ്രഹ്മൻ കുറച്ചുകാലം ശിവഗുഹയ്ക്കു അടുത്തുള്ള മറ്റൊരു ഗുഹയിൽ വസിക്കുകയും ശിഷ്യന്മാരെ ബോധവൽക്കരിക്കുകയും ചെയ്തുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശങ്കരഗുഹ അല്ലെങ്കിൽ റോക്കല്ല ഗുഹ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഐതിഹ്യം അനുസരിച്ച് യാഗതിയിൽ കാക്കകൾ പറക്കാറില്ല. അഗസ്ത്യമുനി ഇവിടെ ധ്യാനത്തിലിരിക്കുമ്പോൾ കാക്കകളുടെ രാജാവായ കാകാസുരൻ അദ്ദേഹത്തെ ധ്യാനത്തിൽ നിന്ന് ശല്യപ്പെടുത്തുന്നതിനാൽ കാക്കകൾ പരിസരത്ത് കടക്കരുതെന്ന് ശപിച്ചു. കാക്ക ശനിയുടെ വാഹനമായതിനാൽ ശനിക്കും ഇവിടെ പ്രവേശനമില്ല. ശിവലിംഗത്തിന് പകരം ഒരു വിഗ്രഹത്തിന്റെ രൂപത്തിൽ ശിവനെ ആരാധിക്കുന്ന ഏക ക്ഷേത്രമാണ് യാഗതി. അഗസ്ത്യ പുഷ്കർണിയും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇവിടെ വർഷം മുഴുവനും മലയുടെ അടിയിൽ നിന്ന് വെള്ളമൊഴുകുന്നു. ദൈവത്തോടുള്ള ആരാധനയുടെ ഭാഗമായി ആരാധകർ വിശുദ്ധ ജലത്തിൽ മുങ്ങുന്നു. ആകാശദീപമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. ക്ഷേത്രത്തിന് പിന്നിലുള്ള പാറക്കെട്ടിന് മുകളിലാണ് ഈ വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട ഭാഗമായതിനാൽ എല്ലാ ദിവസവും പൂജാരിമാരാണ് ഇത് കത്തിക്കുന്നത്. വലിപ്പം കാരണം 4 മീറ്റർ എണ്ണയും 2 മീറ്റർ കട്ടിയുള്ള തിരിയും രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ കത്തിക്കാൻ ഉപയോഗിക്കുന്നു. അർദ്ധനാരീശ്വര എന്നറിയപ്പെടുന്ന ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹമാണ് ക്ഷേത്രത്തിലുള്ളത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ് ഈ വിഗ്രഹം. എല്ലാ വർഷവും മഹാശിവരാത്രി ഉത്സവം ക്ഷേത്രത്തിൽ വലിയ ആഡംബരത്തോടെ ആഘോഷിക്കപ്പെടുന്നു. ഈ സമയത്ത് വിനോദസഞ്ചാരികളും പ്രത്യേകിച്ച് ശിവഭക്തരും വൻതോതിൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്താറുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 11 വരെയും വൈകുന്നേരം 3 മുതൽ രാത്രി 8 വരെയും ക്ഷേത്രം തുറന്നിരിക്കും. ക്ഷേത്രത്തിൽ താമസ സൗകര്യവും സൗജന്യ ഭക്ഷണ സൗകര്യവുമുണ്ട്.